ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഡ്രീം ആളൂട്ടി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മൾ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. വൈകുന്നേരം വീട്ടിലിരുന്ന് മടുത്തു നിന്ന് മാളൂന് ജലദോഷമൊക്കെ ആയിരുന്നു. കുറച്ച് ദിവസമായിരുന്നു പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ വീട്ടിലിരുന്ന് മടുത്തു എന്ന് പറഞ്ഞായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഒന്ന് വെറുതെ ഒരു ഡ്രൈവിന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. എങ്ങോട്ടാണ് പോണേന്ന് അറിയത്തില്ല, ജസ്റ്റ് ഡ്രൈവിനാണ്. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും ആയിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ പോവുകയാണ് കേട്ടോ. സാധാരണ ഈവനിങ്ങിൽ ഒരു 5 മണി 6 മണി തൊട്ട് ഇവിടെ നടക്കാൻ ആൾക്കാരുണ്ടാവും കേട്ടോ. ഇന്നില്ല, ഇന്ന് അവധി ദിവസമായിരുന്നു, ഇല്ല എന്ന് തോന്നുന്നു. പിന്നെ തണുപ്പായതുകൊണ്ട് ആൾക്കാർ നടക്കാൻ കുറവാട്ടോ. ചിലപ്പോൾ തണുപ്പായതുകൊണ്ടായിരിക്കും ഇപ്പോൾ ആരെയും കാണാത്തത്. വണ്ടിയിലിരിക്കുന്ന സമയത്ത് മാളൂന് എപ്പോഴും എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗെയിമൊക്കെ കളിക്കുകയും ഓരോ അക്ഷരങ്ങൾ പറയുക, അതിൻ്റെ വേർഡ്സൊക്കെ കണ്ടുപിടിക്കണം, അങ്ങനെയുള്ള ഗെയിംസൊക്കെ കളിക്കും കേട്ടോ വണ്ടിയിലിരിക്കുമ്പോൾ. പിന്നെ പാട്ട് വയ്ക്കും. അങ്ങനെ നമ്മൾ വണ്ടിയിലിരുന്ന് പോണേ. നൈറ്റ് ഡ്രൈവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമുള്ളൊരു കാര്യമല്ലേ, മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടും. വൈകുന്നേരം ഈ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാളും നമുക്കെല്ലാവർക്കും ഇഷ്ടം ഇതുപോലെ നൈറ്റ് ഡ്രൈവിന് പോണേ കേട്ടോ. എല്ലായിടത്തും നിന്ന് ജസ്റ്റ് കറങ്ങിയിട്ടും. പിന്നെ മസ്കറ്റ് രാത്രി ആയാൽ വളരെ ഭംഗിയായിട്ടോ കാണാനായിട്ട്. ശരി, കുന്നിൻ്റെ മേളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ താഴത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിലിരിക്കും പോലെയാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, അന്ന് ഫെസ്റ്റിവലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം കേട്ടോ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വന്ന് കണ്ടായിരുന്നു. വെടിക്കെട്ട് കണ്ട കാരണം അവിടെ പോയി അടുത്ത് നിന്ന് കാണാമെന്ന് വന്നു. തീരാറായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ വന്നപ്പോൾ. അവിടെ നിന്നേ കണ്ടു തുടങ്ങിയതാണ്. ഇവിടെ വന്നപ്പോഴത്തേനും തീരാറായി. ഫെസ്റ്റിവലിൻ്റെ എല്ലാ ദിവസവും ഇവിടെ വെടിക്കെട്ടുണ്ട് കേട്ടോ. 8 മണിയാകുമ്പോൾ തന്നെ ഞങ്ങളൊരു 8:10 ആയപ്പോഴത്തേനും ഇവിടെ എത്തിയ. ശരിക്കും 8:15 13 ആകുമ്പോഴത്തേനും വെടിക്കെട്ട് തീരും. നല്ല രസമായിട്ട് ഇവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. കുറേ ആളുകൾ ഇതുപോലെ റോട്ടിൽ കൂടെ പോകുന്നവർ സൈഡിൽ പാർക്ക് ചെയ്ത് ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കണ്ടു. ഞാനും മാളും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ല കേട്ടോ. മാളുവിന് ജലദോഷവും ചുമയും മാറിയിട്ടില്ല, പുതച്ചു മൂടി ഞങ്ങൾ കൊണ്ടുവന്നേക്കുന്നത്. ഞാനും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയില്ല. അനീഷേട്ടൻ മാത്രം ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നിന്ന് കണ്ടു. നല്ല രസമായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടോ, ഒരിച്ചിരി നേരം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞു. ഇവിടെയൊക്കെ കണ്ടോ, നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ്. പിന്നെ ഇന്നും തിരക്കാട്ടോ. തിരക്കിന് കുറവൊന്നുമില്ല. എത്ര ദിവസമാണെങ്കിലും തിരക്കുണ്ടാവും കേട്ടോ. ഒത്തിരി സ്ഥലത്ത് 3-4-5 സ്ഥലത്ത് നടക്കുന്നുണ്ട്. നമ്മളിവിടെ വന്ന് അകത്തൊക്കെ കയറി ഒരു പ്രാവശ്യം കണ്ടത്. അങ്ങനെ പോണ വഴി അവിടെ കണ്ടോ ഡ്രോൺ ഷോ നടക്കുന്നുണ്ട്. എന്തോ സ്പെഷ്യൽ ഡ്രോൺ ഷോയാണ് നടക്കുന്നത്. അവിടെയും സൈഡിൽ ഇതുപോലെ വണ്ടികളിട്ടിട്ട് കാണുന്നുണ്ട്. മാള് ചെറുതായിട്ട് തലപൊക്കി നോക്കി. അതുകൊണ്ട് വണ്ടി ഫ്രണ്ടിലും ഉണ്ടായിരുന്നു. അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഓരോരുത്തരുടെ രൂപങ്ങളാട്ടോ ഇന്ന് ഡ്രോൺ ഷോയിലുണ്ടായിരുന്നത്. ഞങ്ങളത് ചെന്നപ്പോഴത്തേനും തീർന്നോട്ടെ. ഇങ്ങനെ ഒരു സംഭവം നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. കുറച്ച് നേരം അത് കാണാൻ പറ്റി. പിന്നെ പോന്നു കഴിഞ്ഞപ്പോഴത്തേനും വിശപ്പ് തുടങ്ങിയായിരുന്നു. വിശപ്പ് തുടങ്ങിയപ്പോൾ അനീഷേട്ടൻ പോയി മേടിച്ചുകൊണ്ട് വന്നു. ഇത് റൊട്ടിയാണ് കേട്ടോ. ഈ റൊട്ടി പിസ്സ പോലെ ഉള്ളിൽ ചീസൊക്കെ വെച്ച് ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു റൊട്ടിയാണ് കേട്ടോ. ഈ റൊട്ടി മാളിന് അനീഷേട്ടന് നല്ല ഇഷ്ടമാണ്. നല്ല ചൂടോടുകൂടി കിട്ടിയിട്ടുണ്ട്. നല്ല തിരക്കാട്ടോ അവിടെ. എപ്പോൾ ചെന്നാലും നിറച്ചാൾ. വലിയ കടയൊന്നുമല്ല, ചെറിയൊരു കടയാണ്. പക്ഷേ അവിടെ നിറയെ എപ്പോൾ ചെന്നാലും നമ്മൾ ക്യൂ നിന്ന് മേടിക്കണം, അത്ര തിരക്കുണ്ട് കേട്ടോ. വലിയ പൈസയൊന്നും വരുന്നില്ല, എന്നാൽ നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ചൂടോടെ കഴിക്കണം. ചൂടോടെ കഴിക്കുമ്പോഴാട്ടോ അതിന് ടേസ്റ്റ് ഉള്ളൂ. മാള് അനീഷേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ഞെക്കുക. Thanks for watching. Bye bye.